നമ്മൾ പഠിക്കാൻ പോകും. അല്ലെങ്കിൽ എറണാകുളത്ത് പഠിക്കാൻ പോകും. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരുമില്ല, ഞങ്ങൾ മാത്രം. ഞാൻ ഹോസ്റ്റലിലെത്തി, റെഡിയായി. നമുക്കിനി കോളേജിലോട്ട് പോകാം. കോളേജിൽ ചെന്നിട്ട് അവിടെ ആരെങ്കിലും നോക്കാം. അപ്പോൾ പോയി. നമ്മളുടെ ഹോസ്റ്റൽ ഇതാണ്, സെൻട്രീത്ത. കോളേജിന് തൊട്ടടുത്താണ്. കോളേജിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഹോസ്റ്റൽ. അപ്പോൾ കോളേജിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ്, SH കോളേജ് തേവര. ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത്. ഞാനിവിടെ BSc മാത്സ് പഠിക്കുകയാണ്. ഇതെൻ്റെ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ നമുക്ക് കോളേജിൽ ഇന്ന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മളുടെ കോളേജ് നോക്കൂ. നമ്മളുടെ സെക്കൻഡ് ഇയറിലെ ക്ലാസ്. നമുക്കപ്പോൾ അവിടെ ആരുണ്ടോ നോക്കാം. ഇവിടെ ആരുമില്ല. അപ്പോൾ എല്ലാവരും താഴെ കാണും. തേർഡ് ഇയറിൻ്റെ ക്ലാസ്സിൽ കാണും. നമുക്കിനി അങ്ങോട്ടൂടെ പോയി നോക്കാം. ഈ കോളേജ് ഇതാണ് ലേക്ക് വ്യൂ ക്യാമ്പസ്, മെയിൻ ക്യാമ്പസ് ഇതാണ്. അപ്പോൾ പിള്ളേർന്നൂടില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഇയർ ക്ലാസ് ചെന്നപ്പോൾ. ഞങ്ങൾ താഴോട്ട് പോവാം. ബൈ, മിസ് ചെയ്യില്ലേ? എടാ യൂട്യൂബിൽ വരും കേട്ടോ. ആണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ്. കണ്ടോ ഈ ബെഞ്ചൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫിസിക്സിൻ്റെ ക്ലാസ്സാണ്. ഇതാണ് നമ്മുടെ ക്ലാസ്. ഇവിടെ ആരും ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ട് ഗൈസ്. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് റെഗുലർ ക്ലാസ്സസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് കരിയർ ഗൈഡൻസിൻ്റെ ഒരു സെഷൻ ഉണ്ട്. അത് നമ്മൾ താഴെ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഓഡിറ്റോറിയം പോകുന്നത്. ഇതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഇനി ഇവിടെ ഒരു 1 hour 1.5 hour അത് തന്നെ ആയിരിക്കും കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് ആയിരിക്കും. ഗൈസ് ഞാൻ പോവാം. ബൈ. എങ്ങനെയുണ്ടായി ഓറിയന്റേഷൻ? അയ്യോ എന്തായിരുന്നു ഓറിയന്റേഷൻ? കരിയർ ഗൈഡൻസ് എങ്ങനെയുണ്ടായി? എന്താ പ്ലാൻ? എന്താ ഗൈസ് കുട്ടി മലയാളിയല്ല. അപ്പോൾ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും വിട്ടു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം. ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. അഡ്മിഷൻ തുടങ്ങല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കോളേജിലൊക്കെ ഇപ്പോൾ നല്ല തിരക്കാണ്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഞാൻ നിൽക്കുന്നത് സെൻട്രീത്ത ഹോസ്റ്റലിലാണ്. അപ്പോൾ അതെ ഇതാണ് എൻ്റെ റൂം. ഞാനൊരു സിംഗിൾ റൂമിലാണ് താമസിക്കുന്നത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. 9:15 9:30ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ രാവിലെ റെഡി ആയിട്ട് കോളേജിലേക്ക് പോവാം. ഇന്നലെ നമ്മളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. പക്ഷേ കാര്യമായിട്ട് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ കുറച്ച് വ്ളോഗ് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഇടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്ന് നമ്മൾ ഫുള്ള് ബിസി ആയിരുന്നു. നമ്മുടെ റെക്കോർഡ് സബ്മിഷനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകാം. ഞാൻ സബ്മിറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോവാം, എല്ലാം കഴിഞ്ഞിട്ട്. ഉച്ച ഞാൻ ക്ലാസ് കാണത്തില്ല. റെക്കോർഡൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. നമ്മുടെ ക്ലാസ്സിലെ മിക്കവരും ഉണ്ട്. ഇതാണ് എല്ലാവർക്കും അറിയായിരിക്കും, SH കോളേജാണ്. നമ്മൾ ഈ കോളേജിന് തന്നെ ക്യാൻറ്റീൻ ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. ഒരു കുറച്ചും കൂടെ നടന്നാൽ മതി. അവിടേക്ക് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇന്ന് ലേറ്റായി നമ്മൾ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ഇനി ഹോസ്റ്റലിൽ പോയി കഴിക്കാൻ സമയമില്ല. ജോസിന്റെ ഫോൺ കാണുന്നില്ല. SHന്റെ കോളേജ് ക്യാൻറ്റീനാണ്. അപ്പുറത്ത് ഒരെണ്ണം ഉണ്ട്.
നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? ഫുഡ് റിവ്യൂ പറയാം. ബിരിയാണി റിവ്യൂ ബിരിയാണിയുടെ റിവ്യൂ. ബിരിയാണി ഉച്ച കഴിഞ്ഞ് ക്ലാസ് മുതൽ ഇവരൊക്കെ പറഞ്ഞു ക്ലാസ് ഉണ്ട് അറ്റൻഡൻസ് കിട്ടുമോ? തരൂല. എല്ലാവരും ഓടുകയാണ്. എല്ലാവരും ഓടുന്നു. ഓടോടോടി. ഇതെൻ്റെ ഫിസിക്സ് റെക്കോർഡ്. അപ്പോൾ ഞങ്ങളിത് എഴുതി മുഴുവൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം. ഇന്നിങ്ങനെ ക്ലാസ് ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ഇനി റൂമിലേക്ക് പോവാണ്. ഫുഡ് കൊള്ളാം. നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവാം. ഹോസ്റ്റലിലേക്ക് എത്തി. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അഡ്മിഷൻ ടൈം ആയതുകൊണ്ട് SSനെ കുറിച്ച് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അഡ്മിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ SSൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു. കുഞ്ഞൊരു ബ്ലോഗായിരുന്നു. അപ്പോൾ ശരി, ബൈ.